شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിർ ആണ്. 5 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 6ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ والرجز فاهجر ولا تمنن تستكثر ولربك فاصبر صدق الله العلي العظيم. 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. 6 മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് വലാ തംനുൻ തസ്തക്സിർ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ആയത്ത് വറുജ്സ ഫഹ്ജുർ എന്നാണ്. വിശാലമായ അർത്ഥമുള്ള ആയത്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള അർത്ഥങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. വിഗ്രഹാരാധനയെ വെടിഞ്ഞുകൊണ്ട് തന്നെ നിലകൊള്ളുക എന്നതാണ് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥമെന്നും, അതല്ല എല്ലാ തിന്മകളും വർജിക്കുക എന്നും ശിക്ഷയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ സംഗതികളും ഒഴിവാക്കുക എന്നുമാണ് അതിൻ്റെ വിശാലമായ അർത്ഥം എന്നും നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഇയ്യാക വമാ യഅ്തദിറു മിൻഹു, അല്ലേ? നമ്മൾ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇയ്യാക, നീ നിന്നെ സൂക്ഷിക്കുക. വമാ യഅ്തദിറു മിൻഹു, എക്സ്ക്യൂസ് പറയേണ്ടി വരുന്ന വിഷയങ്ങളെ തൊട്ടും. അപ്പോൾ ഇതിലെല്ലാം പെട്ടു, അല്ലേ? എക്സ്ക്യൂസ് പറയേണ്ട എല്ലാ വിഷയങ്ങളും നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ പിന്നെ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ. നല്ല കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ അർത്ഥം നൽകുന്ന ഒരു ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേകതയാണത്. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ പ്രതിഫലിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആശയങ്ങൾ പറഞ്ഞറിയിക്കുന്ന ഹദീസുകൾ, വാക്യങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാവുക എന്നത്. ജവാമിഉൽ കലിം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ പറയുന്ന ഹദീസുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ എല്ലാ ഹദീസുകളും അങ്ങനെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇയ്യാക വമാ യഅ്തദിറു മിൻഹു. അതുപോലെ വേറൊരു ഹദീസാണ് ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക. സംശയമുള്ള നിനക്കിപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടാവുമല്ലോ. സംശയമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സംശയമുള്ളതിനോട് ഒഴിവാക്കിയാൽ മതി, സംഗതി തീർന്നു. സംശയമില്ലാതെ നമുക്കെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പുള്ള സംഗതി ചെയ്യാം. ഇപ്പം അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ആ സംശയം തോന്നുന്ന കാര്യം ഒഴിവാക്കുക. എത്ര വലിയ ആശയമുള്ള ഹദീസാണത്. നിനക്ക് സംശയമുള്ളതിനെ നീ സംശയമില്ലാത്തതിലേക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സംശയമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്ത മാത്രം ചെയ്യാന്ന്. അപ്പോഴും നല്ല വഴിയിലൂടെ അയാൾ പോവുള്ളൂ. ഇങ്ങനെ ഹദീസിൻ്റെ പ്രത്യേകതകളാണ് കുറഞ്ഞ വാക്കിൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്നത്. ഏതായാലും ഈ വറുജ്സ ഫഹ്ജുർ എന്ന ആയത്തിന് ഇനിയും മുഫസ്സിരീങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ പല നിലക്കും അതിനെ തഫ്സീർ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ആ വിഷയം നമ്മൾ അവസാനിപ്പിച്ച് അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തംനുൻ തസ്തക്സിർ. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അധികം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് താങ്കൾ ഔദാര്യം ചെയ്തു കൊടുക്കരുത്. അധികം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഔദാര്യം ചെയ്തു കൊടുക്കരുത്, ഔദാര്യം ചെയ്യരുത്. എന്നാൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം നേടണമെന്ന ഉദ്ദേശത്തോടെ വല്ല ഉപകാരവും അങ്ങോട്ട് ചെയ്യരുത് എന്ന്. പിന്നെ എന്തുണ്ടാവാൻ പാടുള്ള ഉദ്ദേശം?
അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നത് മാത്രമായിരിക്കണം ഉദ്ദേശം. വലാ തംനുൻ തസ്തക്സിർ, വലാ തംനുൻ, അങ്ങ് ഔദാര്യം ചെയ്തു കൊടുക്കരുത്. ഏതവസ്ഥയിൽ? തസ്തക്സിർ, അധികം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്. ഇസ്തക്സറ എന്നൊക്കെ പറഞ്ഞാൽ അധികം ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിച്ചു. ഇസ്തക്സറ ഇസ്തക്സിറു അവിടുന്ന് വന്നതാണ് തസ്തക്സിർ, അധികം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്താക്കരുത്? വലാ തംനുൻ, അങ്ങ് ഔദാര്യം ചെയ്യരുത്, അങ്ങ് വല്ലതും കൊടുക്കരുത്, വല്ലതും ചെയ്യരുത്, വല്ലതും പറയരുത്, വല്ല ഉപകാരം ചെയ്ത് കൊടുക്കരുത്. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക, അത് പാടില്ല. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. തംനുൻ ലാ തുഅതി മാലക മുസാനഅതൻ, പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ അതുണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ സോപ്പിടാൻ വേണ്ടി കൊടുക്കുക, എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടി, റിയാഇന് വേണ്ടി, ഇങ്ങനെ എല്ലാ സംഗതികളും ഈ അർത്ഥത്തിൽ വരും. അള്ളാഹുവിൻ്റെ വജഹല്ലാത്ത എന്തൊക്കെ, റബ്ബിൻ്റെ തൃപ്തിയല്ലാത്ത എന്തൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്മകൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കാവൂ. ആളുകൾ പറയുന്നതോ, ആളുകൾ ഉഷാറാണെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എന്താണ് പറയുക, മറ്റെന്തെങ്കിലും കാര്യലാഭങ്ങൾക്കോ ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചോ, എൻ്റെ മകളെ കല്യാണം ഇപ്പോൾ ഓൻ്റെ മകളെ കല്യാണത്തിന് ഇപ്പം എത്ര കൊടുത്താൽ എൻ്റെ മകളെ കല്യാണം ആകുമ്പോഴേക്ക് ഇത്ര തിരിച്ചു കിട്ടുമല്ലോ, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. തിരിച്ചു തരാതിരിക്കുക, കിട്ടാതിരിക്കുക, ആളുകൾ പറയാതിരിക്കുക, എന്തോ ആവട്ടെ. വലാത്തംനുൻ തസ്തക്സിർ. സൂറത്തുൽ ഇൻസാൻ പഠിച്ചപ്പോൾ നമ്മൾ 9-ാമത്തെ ആയത്തിൽ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നത്, ഭക്ഷണം തരുന്നതും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത് ലിവജ്ഹില്ലാഹി, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും, നിങ്ങൾ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ജസാഅൻ വലാ ശുകൂറ, ഒരു പ്രതിഫലമോ ഒരു നന്ദിയോ അതുപോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളതൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകൾ എന്ന് മുത്തഖീങ്ങളെ കുറിച്ച് വിശേഷിക്കുന്ന സ്ഥലത്ത് സ്വർഗാവകാശികളായ ആളുകളെ പറയുന്നിടത്ത് അല്ലാഹു തആല സൂറത്തുൽ ഇൻസാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ ഒരു ആശയം. ഇനി മറ്റൊരാശയം, വലാ തംനുൻ തസ്തക്സിർ, നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യരുത്. ഇതതിൻ്റെ മറ്റൊരാശയമാണ്. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ധാരാളം ചെയ്തു എന്നും അള്ളാഹു പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ കുറേ അമലുകൾ ചെയ്തു എന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ എത്ര നന്മ ചെയ്താലും എന്താണ് പറയുക, അള്ളാഹു തആല ഇതുവരെ ചെയ്ത്, അള്ളാഹുവിനോട് ഞാൻ ഇതുവരെ ചെയ്ത ഇബാദത്തുകളൊക്കെ അല്ലെങ്കിൽ റബ്ബിനനുസരിച്ച് ഞാൻ ജീവിച്ചതൊക്കെ ഒരുപാട് കാലമായില്ലേ ഞാൻ അങ്ങനെ ജീവിക്കണം, അപ്പം ഞാൻ ഒരുപാട് നന്മകൾ ചെയ്ത ആളാണ് എന്ന് തോന്നരുത് അങ്ങേക്ക്. പിന്നെ എന്തു തോന്നണം? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എത്ര നന്ദി ചെയ്താലും എത്ര നന്മകൾ അതിന് പകരം ചെയ്താലും അധികമാവില്ല എന്ന് ചിന്തിക്കണം. മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? നമുക്കൊക്കെ വരുന്നൊരു തോന്നലാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നതെങ്കിലും നമ്മളോടും പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നൂല. മായതല്ല, അവിടത്തേക്ക് ഒരിക്കലും തോന്നൂല. നമ്മളോടാണ് പറയുന്നത്. കുറേ അമലുകൾ ചെയ്യുമ്പോഴേ ഞാൻ ഇപ്പോൾ കുറേ ചെയ്ത ആളാണ്, ഞാൻ കുറേ ഖുർആൻ ഓതി, ഞാൻ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സദഖ ചെയ്തിട്ടുണ്ട്, എത്ര കാര്യം ഞാൻ ചെയ്തത്, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ തോന്നരുത്. പിന്നെന്താ ചിന്തിക്കേണ്ടത്? അള്ളാഹു എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ വെച്ച് നോക്കും, പടച്ചോനെ ഞാൻ ചെയ്തതൊക്കെ എന്താ, ഒന്നുമില്ല, ഞാൻ ഇനി ഒരുപാട് ചെയ്യണം. ഈ ചിന്ത സജീവമായത് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ നീര് വരുന്നത് വരെ നിന്ന് നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മളതിന് കിട്ടുമോ? ഒരു തലവേദന ഉണ്ടായ പള്ളിയിൽ പോകാൻ നമ്മളെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ നീര് വന്ന് കെട്ടുന്നത് വരെ നിന്ന് നിസ്കരിച്ചു എന്ന ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളോടാണ് ഈ പറയുന്നതെന്ന് അർത്ഥം. യാ അല്ലാഹ്, എന്താ ഇപ്പം നമ്മളൊക്കെ നിലപാട്? എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറേ അധികമായെന്ന നാട്യം ഉണ്ടാവരുത്. പോരാ എന്ന വിചാരത്തോടെ ആയിരിക്കണം നല്ല അമലുകൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്തിന് മറ്റൊരു വ്യാഖ്യാനം. നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. കുറച്ച് ഓതുമ്പോഴേക്ക് ഇന്ന് പത്രക്ക് മതി, ഇന്ന് ഒരുപാട് പേജായി അല്ലേ? സുബ്ഹാനല്ലാഹ്. എത്ര കാലമാണ് ഞാൻ ഓതിയത്? ഞാൻ ആ മദ്രസയ്ക്ക് എത്ര കാലം കൊടുത്തത്? ഇപ്പാക്ക മതി. ഓരോ കാര്യം ഇങ്ങനെ തന്നെ, അങ്ങനെ ആലോചിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ
ഒന്നാമത്തെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടുതൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങോട്ടൊന്നും ചെയ്യരുത്. എല്ലാ തുഴത്തിൽ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ തേടിയിട്ട് നീ ഒരു കൊടുതിയും കൊടുക്കരുത്. ഹസൻ ബസരി തങ്ങളും അങ്ങനെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാർ ഇതേ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമ്നൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയുക, നമ്മളങ്ങോട്ട് ഔദാര്യം ചെയ്യുക, കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. മന്ന് എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കൂടുതൽ പറയാം. ഇങ്ങനെ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ കൊടുത്തതിന് പഠിച്ചവൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ലാന്നുള്ളൂ, കൂലി ഇഷ്ടമില്ലാന്നുള്ളൂ. കൊടുക്കുന്നത് ഹറാമാണെന്നൊന്നുമല്ല, ജായിസൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് 100 രൂപ എടുത്ത് 200 രൂപ കിട്ടണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ട്, ആയിക്കോട്ടെ, അത് ജായിസാണ്. പക്ഷേ അതിന് പഠിച്ചവൻ്റെ അടുത്ത് കൂലിയൊന്നും കിട്ടൂല. പിന്നെ ഇപ്പം എന്താ കാര്യം അല്ലേ? പഠിച്ചവൻ്റെ അടുത്ത് കൂലി കിട്ടാത്ത ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ എന്താ കാര്യം? മുഅ്മിനായ മനുഷ്യന് വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ആളല്ലല്ലോ, ചെയ്യുന്നതിനൊക്കെ കൂലി കിട്ടേണ്ട ആളാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ ആഗ്രഹിച്ചിട്ട് അങ്ങോട്ടൊന്നും കൊടുക്കരുതെന്ന് പറയാൻ കാരണം. ഹറാമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അതിന് കൂലി ഉണ്ടാവില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെയ്യൂല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഇത് പറയുന്നത് എന്ന്. പിന്നെ അതോടൊപ്പം തന്നെ മുഫസ്സിരിങ്ങളിലൂടെ പറയുന്നു, ഇത് ഈ ഒരു പ്രത്യേകമായ നിരോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതായത് അങ്ങൊരിക്കലും അങ്ങനെ ചെയ്യരുത്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഉമ്മത്തികൾപ്പെട്ട ആളുകൾ അത് ചെയ്താൽ ഹറാമാവൊന്നുമില്ല, പക്ഷെ അവർക്ക് കൂലി കിട്ടൂല, അങ്ങ് അതൊരിക്കലും പ്രത്യേകമായി ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാസ്സായ ഒരു ഹുക്മാണിത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂലി കിട്ടാത്ത ഒരു കാര്യം മുഅ്മിനീങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. വലാ തംനൻ തസ്തക്സിർ. ഇത് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ആ ചെയ്യണ പണി ഫസാദാക്കി കളയുന്ന ഒരു വലിയ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയാൻ കാരണം. കൂലി കിട്ടുമോ കിട്ടൂല എന്നില്ല അതവിടെ നിൽക്കട്ടെ, കിട്ടൂല എന്ന് ഉറപ്പാണ്. ഈ കൂലി കിട്ടുന്നതല്ല വിഷയം, ഈ ആ അമല് തന്നെ പൊളിഞ്ഞു പോകുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് എന്താണ് പറയുക, അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിക്കാതെ എന്ത് കാര്യം വേറൊരാൾക്ക് ചെയ്തു കൊടുത്താലും ആ വേറെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഈ ചെയ്ത അമലിനെ പാത്തിലാക്കി കളയുമെന്നാണ്. അമലിൽ ഫസാദാക്കി കളയും. പിന്നെപ്പോൾ എന്താണ് കാര്യം? പിന്നെപ്പോൾ എന്താണ് കാര്യം? അതേപോലെ തന്നെ നമുക്ക് സ്വന്തം തോന്നാൻ നമ്മളെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ കുറേ അമലുകൾ ചെയ്തിട്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കങ്ങനെ തോന്നിയാൽ നമ്മളാ ചെയ്തതിൻ്റെ ഒക്കെ കൂലിയാണ്ട് എന്താണ് പറയുക, ആ ചെയ്ത അമലുകൾ ഫാസിദായി പോവാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ? അല്ലാഹു തആല പലയിടത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ആയതിൻ്റെ പേരിൽ, ഇസ്ലാം കൈക്കൊണ്ടതിൻ്റെ പേരിൽ പല ആളുകളും ഞങ്ങൾ മുസ്ലിങ്ങളാണല്ലോ, നിങ്ങൾ കാഫിറുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ അവർ വലിയൊരു മിന്നത്തായിട്ട്, അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ മേനടിച്ച് എടുത്തു പറഞ്ഞത് കണ്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളായി, നിങ്ങളെ മേന്മ കൊണ്ടാണ് മുസ്ലിങ്ങളായി നിങ്ങൾ പറയേണ്ട, ഞാനാണ് നിങ്ങളെ ഹിദായത്തിലാക്കിയത്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. സൂറത്തുൽ ഹുജറാത്തിലെ 17 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. ഇസ്ലാം മതം സ്വീകരിച്ചത് താങ്കളോട് ചെയ്ത ഒരു ഔദാര്യമായി അവർ എടുത്തു കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആളുകൾ പറയാം ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ എന്നൊക്കെ എന്തൊക്കെയോ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ വായിൽ നിന്ന് അങ്ങനെ വന്നുപോയി, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ. അപ്പോൾ അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്, ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നോട് ചെയ്ത ഔദാര്യമായി നിങ്ങൾ എടുത്തു കാണിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാൻ വേണ്ടി പറയണം. അതായത് എന്താണ് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ യുദ്ധത്തിനോ മറ്റോ പുറപ്പെടാതെ അനുസരണം, പിന്നെ എന്താണ് പറയുക, ഈ പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിൽ വൈമനസ്യം കാണിച്ച ആളുകൾ, അവർ നിങ്ങളെ കൂടെ മുസ്ലിമായ ആളുകളല്ലേ എന്ന് പറഞ്ഞ്, ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അതൊരു വലിയ ഔദാര്യമായി കാണിക്കേണ്ട, അതിൻ്റെ പേരിൽ അള്ളാഹുവിനോടും റസൂലിനോടും വലിയ കടപ്പാടുണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറയുന്നത് വാസ്തവമാണെങ്കിൽ ആ സത്യവിശ്വാസത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഔദാര്യം നൽകിയത്. അതുകൊണ്ട് അള്ളാഹുവിനോടാണ് നിങ്ങൾ കടപ്പാട് ഉള്ളവരാവേണ്ടത് എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ് ഈ ആയത്തിലൂടെ. ബലില്ലാഹു യമുന്നു അലൈക്കും. പല ആളുകൾക്കും അങ്ങനെ ഇപ്പോഴും തോന്നാറുണ്ട് അല്ലേ, ഞാൻ മുസ്ലിമല്ലേ, ഞാൻ മുസ്ലിം ആയതല്ലേ, ഞാനങ്ങനെ പഠിച്ചിങ്ങനെ ആയതല്ലേ. പുതു മുസ്ലിങ്ങളാണെങ്കിലും അല്ലാത്തവരും നമുക്ക് പിന്നെ ആ ചിന്തയല്ല, നമ്മൾ ബൈ ബർത്ത് മുസ്ലിങ്ങളാണ്, ജനനത്തോടെ നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് ഇസ്ലാമിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ല. നമ്മളങ്ങനെ മുസ്ലിങ്ങളായി ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ പോവാണ്. പുതു മുസ്ലിങ്ങളായ ആളുകൾ തന്നെ ചിലപ്പോൾ ഞാൻ പഠിച്ചുണ്ടാക്കിയ ഇസ്ലാമാണ് എന്ന് മനസ്സിൽ അവർക്കും തോന്നാൻ പാടില്ല. അത് അള്ളാഹു കൊടുത്ത വലിയ നിഅമത്താണ്.
അപ്പോൾ നമ്മൾക്ക് കിട്ടിയ നിഅമത്തുകളും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളും നമ്മുടേതല്ല. അതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോടാണ്. എൻ്റേതായിട്ടൊന്നും എനിക്കില്ല. അല്ലെ ഞാൻ കുറേ ചെയ്തു എന്നോ, ഞാൻ മുസ്ലിമായി എന്നോ, ഞാൻ കുറേ നിസ്കരിച്ചു എന്നോ, ഞാൻ കുറേ ഖുർആൻ ഓതി എന്നോ എന്നൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ നമുക്കൊരു വകുപ്പില്ല. വലാ തംനൻ തസ്തക്ഫിർ, കുറേ ചെയ്തു എന്ന തോന്നലുണ്ടാവരുത്. ഇതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ആശയം. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.